എല്ലാവർക്കും സിനിമ ടാക്കീസ് ലൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലുള്ള കരിക്കിൻമേട്ടിലാണ്. കാണാൻ നല്ല സ്ഥലമാണെങ്കിലും ഇവിടെ ചില സ്ഥലങ്ങളിൽ ഒരുപാട് കുപ്പിച്ചില്ലുകളൊക്കെയുണ്ട്. അതുകൊണ്ട് നടന്നു വരുന്നവർ സൂക്ഷിച്ച് നടക്കുക. ദയവായി ഇവിടെ വരുന്നവർ മാലിന്യങ്ങളൊന്നും ഇവിടെ നിക്ഷേപിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മുടെ മലയാളം സിനിമയുമായി ഒരു ചെറിയ ബന്ധം കൂടിയുണ്ട് ഈ നാടിന്. 2015 പുറത്തിറങ്ങിയ ദിലീപേട്ടൻ്റെ സിനിമയായ ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഈ കരിക്കിൻമേട്ടിലായിരുന്നു. അന്ന് ആ സിനിമയിൽ കണ്ട മനോഹര ദൃശ്യങ്ങളൊക്കെ ഈ മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാറക്കെട്ടുകളാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാമും ടൂറിസ്റ്റ് പാറയും പാണ്ടിപ്പാറ പള്ളിയുമൊക്കെ തൊട്ടടുത്ത് നിന്ന് കാണുന്ന പോലെ കാണാൻ പറ്റും. അങ്ങ് ദൂരെ കാണുന്ന ആ സ്ഥലം നമ്മുടെ സ്വന്തം 10 മൈലാണ്. അതുപോലെ നമ്മുടെ സ്വന്തം ഇരുകൂട്ടിയാണ് ഈ കാണുന്നത്. ഇതാണ് കരിക്കിൻമേട്ടിലെ പരുന്തുംപാറ. ഇവിടെ നമ്മൾ എപ്പോൾ വന്നാലും പരുന്തുകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും. പിന്നെ അതിനെ ശല്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നല്ല കൊത്തും കിട്ടും, പറഞ്ഞില്ലെന്ന് വേണ്ട. ശരിക്കും ഇവിടുത്തെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ വരേണ്ടത് വൈകുന്നേരമാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ഭംഗി മനസ്സറിഞ്ഞ് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. ഞാനിവിടെ വന്നപ്പോൾ ഏകദേശം 12:30യോളമായി. നല്ല വെയിലായതുകൊണ്ട് അധികമൊന്നും ഞാനിവിടെ ചുറ്റിക്കറങ്ങാൻ നിന്നില്ല. അരമണിക്കൂറിനുള്ളിൽ അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങി പോവുകയും ചെയ്തു. നമ്മുടെ ഇടുക്കി ഡാമും അതിനടുത്തുള്ള പ്രദേശങ്ങളുമൊക്കെയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ പത്രത്തിലൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും. ഇതാണ് പാണ്ടിപ്പാറ. പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂൾ പണിത് കൊടുത്ത നമ്മുടെ സ്വന്തം പാണ്ടിപ്പാറ. കേരളത്തിൻ്റെ ഗവർണർ വരെ അഭിനന്ദിച്ച പാണ്ടിപ്പാറയും പാണ്ടിപ്പാറ സ്കൂളുമാണ് ഈ കാണുന്നത്. ഇതാണ് പാണ്ടിപ്പാറയുടെ സ്വന്തം ടൂറിസ്റ്റ് പാറ. ഇടുക്കി ജില്ലയിലെ വളർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ടൂറിസ്റ്റ് പാറ. അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളും നമുക്ക് ഈ കരിക്കിൻമേടിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. കരിക്കിൻമേട് കാണാൻ വരുന്നവർ വളരെ സന്തോഷത്തോടെ ഇവിടെ നിന്നും മടങ്ങാറുള്ളൂ. അതുകൊണ്ട് ഇടുക്കിയിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ കരിക്കിൻമേട് കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.